എം ജി പ്രതീക്ഷ ഏറ്റവും പുതിയ വിവരങ്ങളുമായി കേരളത്തിലെ പരിശോധന വിവരങ്ങളും ചേരുന്നുണ്ട്. പ്രതീക്ഷ, ഇന്നലെ രാത്രി മുതൽ തന്നെ കേരളത്തിലും വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ, മെട്രോ സ്റ്റേഷനിൽ, ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഡോഗ് സ്ക്വാഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വ്യാപകമായ പരിശോധനയാണ്. ആ പരിശോധന അതേ തോതിൽ തന്നെ തുടരുന്നുണ്ടോ ഈ മണിക്കൂറിലും പ്രതീക്ഷ? ഹാഷ്മി, ഡൽഹി സ്ഫോടനത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാനവും കാണുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളാണ് സംസ്ഥാനത്തും നടക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഇപ്പോഴും പലയിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ വരും മണിക്കൂറുകളിലും പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ ബസ് സ്റ്റോപ്പിലും അടക്കം പരിശോധന നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രധാന തിരക്കുള്ള ഈ ക്ഷേത്രങ്ങളിലും ആ പരിശോധന ഉണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ATSന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. കൊച്ചിയിലും നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് കോഴിക്കോടും ഉണ്ടായിരുന്നു. രാവിലെ RPFന്റെയും ഒപ്പം ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ബീച്ച് പരിസരങ്ങളിൽ ഉൾപ്പെടെ ഈ പരിശോധന നടത്തിയിരുന്നു. ഈ പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ഈ അങ്ങനെ സംശയമുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ കേരളത്തിൽ നിന്ന് മറ്റ് ഈ സംസ്ഥാനത്തു നിന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പരിശോധന തുടരാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ജാഗ്രതയും പരിശോധനയും സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിലും തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, എം ജി പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് ആ പരിശോധന ഇവിടെയും പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഇപ്പോഴും ഏതാണ്ട് അതേ മട്ടിൽ തന്നെ, ഏതാണ്ട് അതേ ഇന്റൻസിറ്റിയിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.